ഹലോ മൈ ബ്യൂട്ടിഫുൾ ലവേഴ്സ്. അപ്പോൾ എൻ്റെ അമ്മയുടെ കുറച്ച് ചെടികളൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ. ഇത് ഞങ്ങൾ പാലക്കാട് ഇരുമ്പമ്പുളി എന്നാണ് കേട്ടോ പറയുക. എനിക്കിതിൻ്റെ പൂവിൻ്റെ കളറിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ടാലും അതെനിക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കളർ പോലെ ഫീൽ ചെയ്യും. ഈ മരത്തിൽ മുഴുവൻ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേനും ഇതിൽ മുഴുവൻ പച്ച കളറിൽ ഇങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങിക്കിടക്കണ്ടാവും കേട്ടോ. ഈ സംഭവം ഭയങ്കര പൊളിയാണ് കേട്ടോ. ഉപ്പിലിടാം, അച്ചാറിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അനിയത്തി ഞാനൊക്കെ ഇടയ്ക്ക് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അവരയ്ക്ക. ഇതെൻ്റെ അമ്മയുടെ കുഞ്ഞ് അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് കായൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഓരോ തവണയെങ്കിലും ഉപ്പേരി വയ്ക്കാനൊക്കെ കിട്ടും കേട്ടോ. അതുതന്നെ വലിയ കാര്യമാണല്ലോ. പിന്നെ അമ്പാടി ഇവിടെ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. പുതുതായിട്ട് വരുന്ന കായ്കളെല്ലാം അവൻ തല്ലി കൊഴിക്കും. ഒരുപാട് പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കായ് പിടിച്ച് വരുമ്പോൾ ഒരുപാടുണ്ടാവുമായിരിക്കും. ഇനി ഇതൊക്കെ എന്നാണാവോ അവൻ തല്ലി കൊഴിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടിന് മുമ്പുറത്തുള്ള മാങ്ങയാണ് കേട്ടോ ഇത് കച്ചവടക്കാർക്ക് കൊടുത്തു. പിന്നെ കുറച്ചൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അമ്പാടി തല്ലി കൊഴിച്ചതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ഇതിലൊരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ 3 ഉള്ളൂ. ഇത് അമ്മയ്ക്ക് ആരോ കൊടുത്തൊരു ചെടിയാണ് കേട്ടോ. അമ്മ ഉദ്ദേശിച്ചത് ഇത് ചെറിയാണെന്നാണ്. വളർന്ന് വന്നപ്പോൾ കാണാം നാരങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന വലിയ നാരങ്ങയില്ലേ, അത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ താരം, റംബൂട്ടാൻ. ഇതൊക്കെ വലുതായിട്ട് എന്നാണാവോ ഇതിന്ന് കാവറിച്ച് തിന്നാനൊരു യോഗം ഉണ്ടാവുന്നത്. ഇതുപോലെ 1-2 കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അച്ഛൻ്റെ പണിയാണെന്ന് തോന്നുന്നത്. വെള്ളം മുളക് പാകി വെച്ചിട്ടുണ്ട്, എല്ലാം മുളച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് പിന്നെ അമ്മയുടെ അടുത്ത പരിപാടിയാണ് വഴുതനങ്ങ. ഈ വഴുതനങ്ങ ചെടി ഇവിടെ ഒരു 3 വർഷമായിട്ടുണ്ട്. സീസൺ ആകുമ്പോഴൊക്കെ കായ്ക്കും. അത് കഴിഞ്ഞ് അത് അങ്ങനെ ഇലയൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ. പിന്നെ നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ പിന്നെയും കിളിർത്ത് പിന്നെയും അത് ഒരുപാട് കാ പിടിക്കും. നല്ല കാര്യമല്ലേ, ഒരു തവണ നട്ടാൽ മതി. ഇത് നമ്മുടെ മെയിൻ ഐറ്റം കാന്താരി ഇല്ലാത്ത വീടൊക്കെ കുറച്ച് കുറവായിരിക്കുമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇതിലൊക്കെ ഏതെങ്കിലും കുഞ്ഞുത വരുന്നേ ഉള്ളൂ. ഇത് പൂവൊക്കെ കണ്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ചെറുനാരങ്ങയുടെ ചെടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.